ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 7:00 വഞ്ചു സ്കൂളിൽ പോകും കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടിട്ട് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം വെള്ളം തിളപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇതിൽ ഞാൻ അയമോദകം ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെള്ളമാണ്. ഇതിന് കാലറി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസും സംഭവിക്കും. അതേപോലെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം, അസിഡിറ്റി അങ്ങനെയുള്ള എന്ത് പ്രോബ്ലം വരാതെ നല്ല അടിപൊളി ഒരു വെള്ളമാണ് കേട്ടോ ഇതാണ് നമ്മൾ ഡെയിലി ഇവിടെ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ അരച്ച് വെച്ച നമ്മുടെ റാഗി ദോശ ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഇത്. നല്ല സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനി ഇത് റെഡിയായി വരുമോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ദോശ സെറ്റാവുന്നൊരു ഇതായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ച് ആദ്യം ദോശ ചുട്ടപ്പോൾ തന്നെ നല്ല സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ കേട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദോശ അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെ എന്തായാലും നല്ല ദോശയായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ഫ്ലോപ്പായി നമ്മൾ അടുത്തത് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അതോർത്തിട്ട്. അപ്പോൾ എന്തായാലും അത് നല്ല സെറ്റായി വന്നു. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇതെങ്ങനെയാണ് വേവുന്നതെന്ന് ഇതിൻ്റെ കളർ കാരണം നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് കരിഞ്ഞു പോവുകയാണോ എന്തുവാന്ന് അറിയാത്തത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ദോശ. ഇതിവിടെ ചേട്ടൻ മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. നമ്മളല്ലാത്ത സാധാ ദോശയുണ്ടല്ലോ, ഉഴുന്ന് അരി, ആ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അധികം മസാല ഒന്നും ചേർക്കാത്ത നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെയിറ്റ് ലോസ് ഡയറ്റാണ് ചേട്ടൻ നോക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളധികം മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇതായിരുന്നു ഏകദേശം ഇന്നത്തെ ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിച്ചത് ഇതാണ്, എന്താണ് നമ്മുടെ ഓട്സ് ചിയ പുഡിങ്ങാണ് കഴിച്ചത്. ഇതിപ്പോൾ ഞാൻ ഡെയിലി മിക്ക ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഇതാ കഴിക്കുക. ഇത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ദോശയും കൂടെ കഴിക്കും. അപ്പോൾ എൻ്റെ ഡയറ്റ് എനിക്ക് തന്നെ അറിയാത്തൊരു രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഡയറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിന് വേണ്ടി ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ഓയിലിൽ ചിക്കൻ കറി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് സെറ്റായി വന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര ഓയിൽ ഒഴിച്ചില്ല ഈ ചട്ടിയുടെ അടിയിലാകെ പിടിച്ചിരിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിലിൽ ഒഴിച്ചതില്ലെങ്കിൽ ഈ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ഓയിലും ഇല്ലാണ്ടാണ് ഞാൻ ചിക്കൻ കറി ഇപ്പോൾ വെക്കുന്നത്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഇല്ല കേട്ടോ. തീരെ മസാല കുറച്ച് എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഡെയിലി പ്ലാൻ ചെയ്യാറുണ്ട് പിറ്റേ ദിവസത്തേക്ക് ഓരോന്നും. സാധാരണ ഞാൻ വീക്ക്ലി പ്ലാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീക്കിലേക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ സെറ്റാക്കി വെക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തലേന്നേ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാറില്ല എന്താണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കിനി അതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്ലാനിങ് നടക്കുന്നില്ല ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒത്തിരിയും ടൈം വേസ്റ്റ് ആവും, നമുക്ക് ജോലിയൊന്നും നടക്കത്തില്ല. ആകെ പ്രശ്നമാണ് ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ ഇത് റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇത് ചേട്ടൻ ഇങ്ങനെ ഇതിലെ കൂടെ നടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന് എനിക്ക് വീഡിയോ ഒന്ന് എടുത്തു തരാം. അപ്പോൾ ചേട്ടൻ പല ആംഗിളിലൊക്കെ വെച്ച് വീഡിയോ എടുത്ത് തന്നതുകൊണ്ട് ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് 11 o'clock ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതിലേക്ക് ഫ്ലാക്സ് സീഡ് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു ഡയറ്റീഷ്യൻ പറയുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രൂട്ട്സിൽ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്ലാക്സ് സീഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റ് ലോസ് ഉണ്ടാകുമെന്ന്. പക്ഷെ നമ്മൾ ജ്യൂസാക്കി കുടിക്കാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഫ്ലാക്സ് സീഡ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് തിന്നുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂട്ടി വെച്ചേക്കുവാണ് നല്ല വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് റെഡിയാകുന്ന നേരം കൊണ്ട് ഇവിടെ ചേട്ടന് റെഡ് റൈസാണ്. അപ്പോൾ അതും വെച്ചിട്ട് സാധാ കലത്തിൽ എനിക്കും മോൾക്കുള്ള അരി വെച്ച് അങ്ങനെ ഇപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഫുഡ് കാണും ഡെയിലി ഇപ്പം വെക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ലഞ്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.